ഹായ്. അപ്പോൾ എന്നും രാവിലത്തെ ഉച്ചക്കത്തേക്ക് വിശേഷമല്ല കാണിക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിക്കത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാത്രി നോക്കിയപ്പോൾ പിന്നെ ചോറ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ മക്കൾക്കുള്ള ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാക്ക് ഒരു 4 ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയേറ്റ് ഇതേപോലെ കട്ടിയിൽ നമ്മൾ മൈദ ദോശയൊക്കെ ചുടുന്ന പോലെ അങ്ങനെ അധികം ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ആണെങ്കിലൊക്കെ. അപ്പോൾ പിന്നെ രാത്രി ചോറ് കുറവുണ്ട് എന്ന് തോന്നുന്ന ദിവസങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 4 ദോശ ചുട്ടെടുക്കും. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അത് ബാക്കിയാവും ചെയ്യും. അപ്പോൾ പിന്നെ ഇതാണ് എളുപ്പം. ഈ ഒരു ദോശ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് ചുട്ടെടുക്കും. പിന്നെ മേലെ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും ഉണ്ടാക്കണില്ല, ഒരു 4 5 ഒക്കെ ഉണ്ടാക്കണം. അതിനെ തിന്നുള്ളൂ. അതിന് ചിലപ്പോൾ ഒന്നൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് അതേപോലെ ഇങ്ങനെ അധികം ഇങ്ങനെ മൊരിയിപ്പിച്ചെടുക്കൊന്നുമില്ല. കറി കൂട്ടി തിന്നണതുകൊണ്ട് വല്ലാതെ ഇങ്ങനെ മൊരിയിച്ചെടുക്കൊന്നും വേണ്ടല്ല. അപ്പോൾ ഇതാ ദോശ ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ചിക്കൻ കറി പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ട്. അപ്പോൾ ഇതട്ട കറി ഉച്ചക്കത്തെ കറി കുറച്ചുണ്ട്. ചോറും മക്കൾക്കുള്ള ചോറ് എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ചുട്ട് കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് പിന്നെ എന്നും മാങ്ങ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രാത്രി ഞങ്ങൾ ചോറുന്നല കഴിഞ്ഞതിന് ശേഷം മാങ്ങ അതേപോലെ ഇങ്ങനെ ചെത്തിയിട്ട് തോലൊക്കെ ചെത്തിയിട്ട് ഇങ്ങനെ പൂണ്ട് കൊടുത്താൽ അപ്പോൾ അത് തിന്നും ചെയ്യും. പകൽ അല്ലെങ്കിൽ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയും കുടിക്കും. അങ്ങനെ അപ്പോൾ ജനമോളെ ഞാനിത് അവിടെ ഷോക്കേസിൽ ഇരുത്തിയതുണ്ട്. അല്ലെങ്കിൽ അവിടെ ആകുമ്പോൾ പിന്നെ ഇറങ്ങൂല, അവിടെ ഇരുന്നോളും. അപ്പോൾ ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പം പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന അച്ചാർ. അപ്പോൾ അത് കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബാക്കി കുറച്ചും കൂടി ഒട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിലാണ് ഉണ്ടാക്കി വെക്കൽ. അപ്പോൾ ഇത്രയുള്ളൂ. ബായ്.